നെഗറ്റിവിറ്റികളുടെ ഇടയിൽ ഇതൊരു പോസിറ്റീവ് വീഡിയോ ആയി മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അത് വീഡിയോയുടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇതൊരു പോസിറ്റീവ് വീഡിയോ ആണ് എന്നുള്ളത്. സോ അനദർ ST മാസ്റ്റർ ക്ലാസ് ഒരു റോങ് ആയിട്ടുള്ള വേയിലേക്ക് പോകുന്നു. മറ്റൊന്നുമല്ല, ജോഷ്വ സൊട്ടീരിയോ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓസ്ട്രേലിയൻ താരം. പലർക്കും അറിയാൻ തോന്നി ഈ താരത്തെ പറ്റി. സോ ഞാൻ ചുമ്മാ പറഞ്ഞാൽ, കാരണം ഏതാണ്ട് 2 വർഷത്തോളമായി, ഏതാണ്ട് 18 മാസമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഒപ്പമുള്ള താരമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇതേവരെ ഒരു മത്സരത്തിൽ ISLലോ സൂപ്പർ കപ്പിലോ ഡൂറൻ കപ്പിലോ അങ്ങനെ ഒരു ടൂർണമെൻറ്റിലും കളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് ഇതേവരെ ഇദ്ദേഹത്തിൻ്റെ ഒരു മത്സരം കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. എന്താണെങ്കിലും ഈ താരം തന്നെ ക്ലബ്ബ് വിട്ടു പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പം എന്താണേലും ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ ഇദ്ദേഹത്തിൻ്റെ കളി കാണാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുന്നു. സോ എന്തുകൊണ്ട് ഇനി ഇത് ഞാനൊരു ST മാസ്റ്റർ ക്ലാസ് എന്ന്, അല്ലെങ്കിൽ അതൊരു ST മാസ്റ്റർ ക്ലാസ് ഒരു റോങ് വേയിലേക്ക് പോയി എന്നുള്ളത് പറയാം. കാരണം ലാസ്റ്റ് ഇയർ ആണ് ഇദ്ദേഹം ഒരു ഏഷ്യൻ സൈനിങ് എന്ന നിലയിലേക്ക് വരുന്നത്. സോ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി റൂൾഡ് ഔട്ടായി പോകുന്ന സാഹചര്യം വന്നു. അതിനുശേഷമാണ് പിന്നീട് സക്കായിയൊക്കെ കൊണ്ടുവരുന്നത്. സോ ഈ സീസണിലും താരം നമ്മളോടൊപ്പം തുടർന്നു. കാരണം ഈ താരത്തിന് നമ്മൾ 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. സോ അവിടെയാണ് ആ മാസ്റ്റർ ക്ലാസ് കിടക്കുന്നത്. മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു പ്രോപ്പറായിട്ടുള്ള സെൻറ്റർ ഫോർവേഡ് ഒന്നുമല്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു പ്രിഡോമിനൻ്റ്ലി ഒരു റൈറ്റ് വിങ് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാലും ഒരു ബിലോ ആവറേജ് സ്റ്റാറ്റൊക്കെയാണ്. സോ അങ്ങനെ ഒരു താരത്തിലാണ് നമ്മൾ 2 ഇയർ കോൺട്രാക്റ്റും കാര്യങ്ങളും കൊടുത്ത് കൊണ്ടുവരുന്നത്. സോ പൊതുവേ നമ്മൾ എപ്രയുടെ കേസിലാണെങ്കിൽ നമ്മൾ 2 ഇയർ ആണ്. വിലോസിൻ്റെ കാര്യത്തിൽ ഇപ്പം 3 വർഷത്തെ കോൺട്രാക്റ്റാണ്. അപ്പം ആ തരത്തിലൊക്കെയാണല്ലോ ഒരു മാസ്റ്റർ ക്ലാസ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സോ ക്ലബിൻ്റെ തലത്തിലും ഇതൊരു മാസ്റ്റർ ക്ലാസ് ഐഡിയ തന്നെ ആയിരിക്കും. കാരണം ആദ്യത്തെ വർഷം എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് തുകയൊക്കെ കിട്ടി അത് മാനേജ് ചെയ്ത് പോകാം. പക്ഷേ ഈ വർഷം അദ്ദേഹത്തിന് ഇഞ്ചുറി അല്ല. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ ഇഞ്ചുറി ഉണ്ടായി, പിന്നീട് ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു ബാധ്യത എന്നല്ലേ. കാരണം 7ാമത്തെ ഒരു ഫോറിനർ ഏതൊരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഇത്രയും സസ്റ്റൈനബിലിറ്റിയും ഓരോ പൈസയും ഓരോ അരിമണിയും കൃത്യമായിട്ട് ചെലവഴിക്കുന്നൊരു ക്ലബിന് അതൊരു ബാധ്യതയായിട്ട് തന്നെയല്ലേ മാറിയത്. അപ്പോൾ അത് ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയല്ലേ. പിന്നെ ആസ് എ ഫാൻസ് നമ്മൾ അൺലക്കിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാച്ചെങ്കിലും കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കാണാൻ സാധിച്ചില്ല. പിന്നെ ഈ അൺലക്ക്, ഭാഗ്യമില്ലായ്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്ന് അദ്ദേഹത്തിന് വലിയ നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട്, കാരണം കളിക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോവുകയാണ്. അതുമല്ല, അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടട്ടെ. നമുക്കിപ്പോൾ 2 വർഷം നമ്മുടെ ക്ലബിൻ്റെ ഭാഗമായിട്ട് നിന്ന് അദ്ദേഹത്തിന് കരിയറിൽ യാതൊരു വിധത്തിലൊരു ഗുണം ഉണ്ടായില്ല. സോ ഇനിയെങ്കിലും അദ്ദേഹത്തിന് 29 വയസ്സായിട്ടുള്ളൂ. ബെറ്റർ ആയിട്ടുള്ളൊരു ലീഗ്സിലൊക്കെ പോയി കളിച്ച് അദ്ദേഹത്തിന് നല്ല രീതിയിൽ കളിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു കാര്യം ആഗ്രഹിക്കുകയാണ്. രക്ഷപ്പെട്ടു പോട്ടെ, അതാണ്. അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അല്ലാത്തവരൊക്കെ ചിന്തിക്കണം. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നത്, നമ്മൾ മറ്റേ അഡ്വൈസറി ബോർഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, അതിനകത്ത് പറയാതിരുന്നൊരു കാര്യമാണ്. ഇന്നാണ് അത് വന്നത്, ഈ സെലക്ഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അതിനകത്ത് മാർക്കൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയുണ്ട്. എനിക്ക് തോന്നുന്നു essay റൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഏറ്റവും മികച്ച essay എഴുതുന്നവർക്ക് ഞാൻ പറയാണ് ആയിരിക്കും സെലക്ഷൻസ് കൊടുക്കുന്നുണ്ടാകും. കാരണം നേരത്തെ നമ്മുടെ ഡയറക്ടർ നിഖിൽ മികച്ചൊരു essay റൈറ്ററായിരുന്നു. പുതുതായിട്ട് വന്ന CEO നല്ലൊരു essay റൈറ്ററാണ്. ഇനി അഡ്വൈസറി ബോർഡിലുള്ളവരും essay റൈറ്റിങ്ങിൻ്റെ ഒരു മാനദണ്ഡത്തിൽ എടുത്തു കഴിഞ്ഞാലും അത് പൊളിച്ചടുക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും കമ്പോസിൽ എഴുതുക. പറഞ്ഞ് അവസാനം അതും ഒരു സർക്കാസ്റ്റിക് നെഗറ്റീവ് ലെവലിലേക്ക് പോയി. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു കൺവേർഷൻ സൈനിങ് ഓഫ്.